താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് 20ാമത്തെ ദിവസം അതേ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ നമ്മൾ ഒരുമിച്ച് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്നിരുന്ന അല്ല, കർത്താവിനൊപ്പം നമ്മൾ ചേർന്നിരുന്ന കർത്താവിനൊപ്പം നമ്മൾ ചേർന്നിരുന്ന അനുഗ്രഹിക്കപ്പെട്ട 20 ദിവസങ്ങൾ. ഇനി മുൻപിൽ ഒരു ദിവസം കൂടെ ഈ ഒരു പുതിയ സീസൺ നമ്മൾ ആരംഭിക്കുവാൻ വാഗ്ദത്തത്തിലേക്ക്, വിടുതലിലേക്ക്, നമ്മെ ഭയപ്പെടുത്തുന്ന ശത്രുവിനെ ഭയപ്പെടുത്തുമാർ ശക്തരായിത്തീരുന്ന ആ പുതിയ സീസണിലേക്ക് വലിയ സന്തോഷം. ഒത്തിരി പേർ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, വലിയ സാക്ഷ്യങ്ങളെ പങ്കുവയ്ക്കുന്നു. ശത്രു നിങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെടുന്നത് നിങ്ങളിൽ പലരും കാണുന്നു, അറിയുന്നു. അതുതന്നെ സന്തോഷം. പരാജിതരാക്കുവാൻ പടകുട്ടി ഇറങ്ങി പുറപ്പെട്ടവനെ പരാജയപ്പെടുത്തുമ്പോൾ, അവൻ പരാജയപ്പെടുന്നത് കാണുമ്പോൾ സന്തോഷമാണ്. നമുക്ക് മുമ്പിൽ ശത്രു പരാജയപ്പെടുന്നുണ്ട്. അവനിനി ജയിക്കുവാൻ കഴിയത്തില്ല. കാരണം വചനം പറയുന്നു, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ അവൻ നിങ്ങളെ വിട്ട് ഓടി പോകത്തില്ല. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ആ കർത്താവിൻ്റെ വാക്കുകൾ തന്നെ അടിസ്ഥാനം. അവൻ ഓടിപ്പോകും. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രൈസർ ഫാമിലി, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു. ഇനി അവന് എതിർത്ത് നിൽക്കുവാൻ കഴിയത്തില്ല. ഇനി അവന് വെല്ലുവിളി ഉയർത്തുവാൻ കഴിയത്തില്ല. ഇനി അവന് മുറിപ്പാടുകൾ ഉണ്ടാക്കുവാൻ കഴിയത്തില്ല. വളരെ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ പുതിയൊരു സീസണിലേക്ക് പ്രവേശിക്കുവാൻ. ആ പുതിയ സീസൺ, അനുഗ്രഹങ്ങളുടെ സീസൺ സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ രാത്രിയിലും ദൈവസേനയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ എനിക്ക് പതിവ് പോലെ കർത്താവിനോട് ചോദിക്കേണ്ടതായി ഉണ്ടായിരുന്നു. ഒത്തിരി പേരുടെ വേദന നിറഞ്ഞ വാക്കുകൾ അവർ ചോദ്യങ്ങളായി എന്നോട് ചോദിച്ചത്, അവരോട് തന്നെ ചോദിച്ചത്, അത് നിങ്ങളുടെ ചോദ്യങ്ങളാണ്. ദേവദാസനെ, ഈ സാഹചര്യം, ഈ അവസ്ഥ എന്തിനെൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു? ഇങ്ങനെയുള്ള അവസ്ഥ എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ലാത്തതാണല്ലോ. അപ്പോൾ എന്താണ് പാടില്ലാത്തതിന് കാരണം? നിങ്ങൾ വിശ്വാസികളാണ്. നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. കർത്താവിൻ്റെ പിന്നാലെ പലതും വിട്ട് ലോകം വിലയേറിയതെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച പലതും ചപ്പന്നും ചവർന്നും എണ്ണിക്കളഞ്ഞ് ലോക സുഖങ്ങളുടെ നേരെ കണ്ണടച്ച് നമ്മൾ ഇറങ്ങിത്തിരിച്ചവരാണ്. അപ്പോൾ പലതും നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. പല പല സാഹചര്യങ്ങളുടെ മധ്യേ പല നമുക്കൊപ്പം ചേർന്ന് നിൽക്കുവാൻ കഴിയാത്ത, നമ്മൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ മധ്യേ നമ്മൾ ജീവിക്കുവാനുള്ളവരല്ല. അല്ല, ഞാൻ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ജീവിക്കുവാനുള്ളവനല്ല. ഇങ്ങനെ കണ്ണുനീരും നിരാശയും വേദനയും നിലവിളിയുമായി ജീവിക്കുവാനുള്ളവളല്ല. എന്നിട്ടും എന്തുകൊണ്ട്? ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. ഒരു ഭക്തനായി നമ്മൾ ആഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. വിശ്വാസത്തിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ, കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച, അല്ലെങ്കിൽ ബൈബിൾ പഠിപ്പിച്ച, നമ്മെ വിശ്വാസത്തിലേക്ക് നടത്തിയവർ പഠിപ്പിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊന്നുമല്ല. അതിൽ നിന്ന് വിപരീതമായുള്ളത്, വിപരീതമായ സാഹചര്യങ്ങൾ, വിപരീതമായ ആൾക്കാർ, ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കുന്നവർ, കുറ്റം പറയാനും പരിഹസിക്കാനും ഒറ്റപ്പെടുത്താനും മാത്രം വായി തുറക്കുന്നവർ, വഴികളെ അടച്ചു കളയുവാൻ മാത്രം കൈ ഉയർത്തുന്നവർ. അയ്യോ, ഈ ചോദ്യങ്ങളുമായി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോടൊരു വചനത്തിലൂടെ ഇടപെട്ടു. ഈ സീസണിൽ നിന്ന് അടുത്തൊരു സീസണിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട ആ ദൈവിക മർമ്മം തന്നെ ആ വാക്യം. സംഖ്യാപുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇவ்விധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക. ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ മധ്യമായിരിക്കുന്നവർ ഈ ഭാഗം വ്യക്തമായി ധ്യാനിക്കുക. നിങ്ങളോട് കർത്താവ് എന്നോട് സംസാരിച്ചതിൽ അധികം സംസാരിക്കും. അധികം എന്നോട് സംസാരിച്ചതിൽ അധികം നിങ്ങളോട് സംസാരിക്കും. വാക്യം ഇതാണ്: കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നക്കിക്കളയും എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലാകുവാൻ പാടാണ്. ശ്രദ്ധിക്കണമേ. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് മോശയുടെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച ചരിത്രം പുറപ്പാട് പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാനായി കഴിയും. ഇറങ്ങിത്തിരിക്കുന്ന നാളിൽ എന്നെയും നിങ്ങളെയും പോലെ അവർ പ്രതീക്ഷിച്ച, അവർ സ്വപ്നം കണ്ട
ഒരു ജീവിതമുണ്ട്. എന്താണ്? ഇതുവരെ ഫറവോൻ്റെ അടിമയായി ജീവിച്ചു, ഇതുവരെ അവൻ്റെ ചാട്ടവാറിനെ ഭയപ്പെട്ടു, ഇതുവരെ അവൻ്റെ രഥങ്ങളുടെ മുരൾച്ചയ്ക്ക് പേടിച്ചു, ഇതുവരെ കൊല്ലുവാനായി കിങ്കരന്മാർ കൊണ്ടുപോകുന്ന മക്കളുടെ നിലവിളി കാതുകളെ തുളച്ചു, ഹൃദയത്തിൽ മുറിപ്പാടുകളെ വീഴ്ത്തി. ഇതുവരെ അധ്വാന ഫലം ആരോ അനുഭവിക്കുന്നതറിഞ്ഞ് ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കേണ്ടി വന്നു. ഇനി അങ്ങനെയല്ല, ദൈവം ഇതാ വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഫറവോനെ പോലെ, ഫറവോൻ്റെ മന്ത്രവാദികളെ പോലെ, അവൻ്റെ കിങ്കരന്മാരെ പോലെ ദുഷ്ട മനുഷ്യരില്ല. അവിടെ നന്മ കവരപ്പെടുന്ന സാഹചര്യങ്ങളില്ല. അവിടെ ദൈവം ഞങ്ങളുടെ മുമ്പേ നടക്കുന്നത് കൊണ്ട് എല്ലാം ഞങ്ങൾക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങളാണ്. ഞങ്ങൾ ഇതുവരെ ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടപ്പെടാത്ത സാഹചര്യവുമായിരുന്നു ഞങ്ങൾക്ക് ചുറ്റുമെങ്കിൽ ഇനി ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതും ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഞങ്ങളുടെ കഷ്ടപ്പാടിന് അറുതി വരുന്നതുമായ ആൾക്കാരും സാഹചര്യങ്ങളും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകും. അത് പ്രതീക്ഷിച്ചാണ് അവർ ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ അവരുടെ യാത്ര ക്രമാനുഗതമായി നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവർ ചിന്തിച്ചതുപോലെ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലൊരു യാത്രയല്ല അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നത്. അവർ മിസ്രൈമിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് ചെങ്കടലിന്റെ മുൻപിലേക്കാണ്. അയ്യോ, ചെങ്കടൽ പിളർന്നു. അതെ, ദൈവത്തിൻ്റെ ജനം മുൻപോട്ടാണെങ്കിൽ വഴിയടച്ചു നിൽക്കുവാൻ ഒരു പ്രതിസന്ധിക്കും കഴിയത്തേയില്ല. കേൾക്ക്, നിങ്ങൾ മുൻപോട്ടാണെങ്കിൽ ഒരു പ്രതിസന്ധിക്കും, അത് സാഹചര്യങ്ങളാകട്ടെ, വ്യക്തികളാകട്ടെ, പൈശാചിക മണ്ഡലമാകട്ടെ, ഏതു തന്നെ നിങ്ങൾക്ക് തടസ്സമായി നിന്നാലും ആ തടസ്സത്തെ തച്ച് തകർത്ത് നിങ്ങൾ മുൻപോട്ട് പോകും. കാരണം നിങ്ങൾ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചവരാണ്. ഓ താങ്ക് ഗോഡ്. നിങ്ങളെ തടഞ്ഞു വയ്ക്കുവാൻ ഒരു സാഹചര്യത്തിനും കഴിയത്തില്ല. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്കണമേ. നിങ്ങളെ തടഞ്ഞു വയ്ക്കുവാൻ, നിങ്ങളുടെ യാത്രയ്ക്ക് ഭംഗം വരുത്തുവാൻ, നിങ്ങളുടെ യാത്രയ്ക്ക് വിഘാതം നിൽക്കുവാൻ ഒരു പന്ന പിശാചിനും അവൻ ഉയർത്തുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കഴിയത്തേ ഇല്ല. ശരിയാണ്, കഴിയത്തില്ല. എങ്കിലും പ്രശ്നമാണ്. മരുഭൂമിയിലേക്ക്, ഇവിടെ നിന്ന് ചെങ്കടലിൽ നിന്ന് അടുത്ത മരുഭൂമിയിലേക്കാണ്. ഒട്ടും ആഗ്രഹിക്കാത്ത സ്ഥലമാണ് മരുഭൂമി. അവർക്കൊട്ടും അംഗീകരിക്കുവാൻ കഴിയാത്ത സ്ഥലം. കാരണം അവർ 430 വർഷം അടിമകളായിരുന്നു. എങ്കിലും പച്ചപ്പുള്ളിടത്തായിരുന്നു. പച്ചപ്പുള്ളയിടത്ത് നിന്ന് ഒന്നുമില്ലാത്തയിടത്ത് വരൾച്ചയുടെ അനുഭവത്തിലൂടെ അവർ കടന്നു പോകേണ്ടി വരുന്നു. അത് കഴിഞ്ഞ് ഒത്തിരി പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. ഞാൻ വിസ്തരിക്കുന്നില്ല, കാരണം പ്രഭാതമന നിങ്ങൾ ദിവസേന ഭക്ഷിക്കുന്നവരാണല്ലോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി അറിയാമായിരിക്കാം. അതെ, ശ്രദ്ധിച്ചാട്ടെ. അടുത്തൊരു തലമുറയിലേക്ക് വരെ അവരെത്തിച്ചേരുന്നു. ഒരു തലമുറ മരുഭൂമിയിൽ നഷ്ടപ്പെടുന്നു. അടുത്തൊരു തലമുറ യോശുവയുടെ കൈയും പിടിച്ചു വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെയും സാഹചര്യങ്ങൾ മാറുന്നുണ്ട്. സാഹചര്യം എന്താ? മരുഭൂമിയുടെ സാഹചര്യം മാറി, പച്ചപ്പിൻ്റെ അനുഭവം വന്നു. പക്ഷേ ശത്രുക്കൾ, അതുവരെ ഇല്ലാത്ത ശത്രുക്കളൊക്കെ അവിടെ എഴുന്നേറ്റ് വരുന്നു. അവർ പോകുന്ന വഴിക്കൊക്കെ രാജാക്കന്മാർ. എവിടെയാണ് രാജാക്കന്മാർ? അവർക്ക് ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞ വാഗ്ദത്തത്തെ അവകാശമാക്കി വാഗ്ദത്തത്തെ ഭരിക്കുന്ന രാജാക്കന്മാർ. പലപ്പോഴും വിഷമവും വേദനയും അതാണ്. കർത്താവ് തരാമെന്ന് പറഞ്ഞത് സ്വന്തം ഇഷ്ടത്തിന് അല്ല. അല്ലേ സഹോദര? സ്വന്തം ഇഷ്ടത്തിനല്ല ആ ജോലിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. അങ്ങനെ ആ ഒരു ജോലി, അങ്ങനെ ഒരു രാജ്യം ആഗ്രഹിച്ചത് തന്നെ സ്വന്തം ഇഷ്ടത്തിനല്ല. മാതാവേ, പിതാവേ, ആണേ, കർത്താവ് നിങ്ങളോട് പറഞ്ഞു, നിങ്ങളിലൂടെ നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കാം, രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറന്നു കൊടുക്കാം, ഇന്ന സ്ഥാനത്ത് അവരെ എത്തിക്കാം. അപ്പോൾ കർത്താവിൻ്റെ വാക്ക് കേട്ടാണ് ഇറങ്ങിയത്. സഹോദരി ആ വിവാഹത്തിലേക്ക് കാൽവെച്ചത്, സഹോദര പ്രാർത്ഥിച്ച് ഒരുങ്ങി അല്ലേ ആ ട്രീറ്റ്മെൻറ്റിലേക്ക് പോയത്, പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ആ ബിസിനസ് തുടങ്ങിയത്. അതെ, കർത്താവിൻ്റെ വാക്ക് കേട്ട് അത് വാഗ്ദത്തമായി മാറും, അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും എന്ന് പ്രതീക്ഷിച്ച് ആ ജനത്തെ പോലെ പോകുന്നു. പക്ഷേ അതിനുമേൽ അവകാശം പറയുന്നു, മീൻസ് കർത്തൃത്വം നടത്തുന്നവർ, പിശാചിൻ്റെ അധീനതയിലുള്ള വ്യക്തികൾ അതിനുമേൽ അവകാശം പറയുന്നു. ആ ജോലി സ്ഥലത്ത് നിനക്ക് വിരോധമായി നിൽക്കുന്നവർ അവിധത്തിൽ ഉള്ളവരാണ്. ആണേ, പ്രാർത്ഥിക്കുന്നതിനെ കണ്ടുകൂടാ. പ്രശ്നം തുടങ്ങിയത് എവിടെ നിന്നാ? നീ ഒരു വിശ്വാസിയായിരിക്കുന്നത് കൊണ്ട്. ചോദ്യമാ കർത്താവേ, ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് നിന്നെല്ലാം സമർപ്പിച്ച് ഇറങ്ങി തിരിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ എന്താ ഈ പ്രശ്നം? ഞാനെന്തിനാ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നേ? ഞാനെന്തിനാ എനിക്ക് ഇഷ്ടമില്ലാത്ത ഈ ആൾക്കാരുടെ മധ്യത്തിൽ പെട്ടുകിടക്കുന്നേ? ഈ ആൾക്കാരുടെ മധ്യത്തിൽ നിന്ന് എനിക്ക് എന്തുകൊണ്ടാണ് പുറത്തു വരുവാൻ കഴിയാത്തേ? അല്ലേ സഹോദരി? ചോദ്യമല്ലേ? ഞാൻ ഇത്രയും പ്രാർത്ഥിച്ച്
നീ എനിക്കൊരു വിവാഹം തന്നു, എന്നിട്ടും ഈ ഒട്ടും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത, ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന, കുറ്റം പറയുവാൻ മാത്രം വായ് തുറക്കുന്ന, തകർത്ത് കളയുവാൻ വിഷം ചീന്തുന്ന സർപ്പസന്തതികളുടെ മധ്യത്തിൽ ഞാനിങ്ങനെ കഴിയേണ്ടി വരുന്നുവല്ലോ. നല്ലതൊന്നും പറയാത്ത, അയ്യോ വല്ലാത്തൊരവസ്ഥയാ അല്ലേ. വിളി വിളി വിളി. മക്കളെ കുറിച്ചാ, എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം. അവൻ അങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നു, അവൻ ആ ഡ്രസ്സ് ഇട്ടാൽ കൊള്ളാം, അവൾ ആ ഡ്രസ്സ് ഇട്ടാൽ കൊള്ളാം, അയ്യോ നിൻ്റെ മക്കൾ എന്ത് നല്ല പിള്ളേരാ, തങ്കക്കുടമാ പൊന്നും കുടമാ, പറഞ്ഞ് 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 തലമുറകളിൽ നിന്നായിരിക്കുന്ന അവസ്ഥയോ. ചിന്തിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ, ഇങ്ങനെയുള്ള സ്ഥലത്ത് അവരെ പഠിക്കാൻ ഇടേണ്ടി വന്നല്ലോ. ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് അയ്യോ അല്ലേ, വല്ലാത്ത അവസ്ഥയാ. അവകാശം പറഞ്ഞു നിൽക്കുന്നു, അവകാശം പറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഈ ചോദ്യം അവിടെയും ഉയർന്നു, നിങ്ങളെപ്പോലെ അവരും ചോദിച്ചു കാണും, കർത്താവേ ഇതെന്താ ഇങ്ങനെ. പരിതപിച്ചു കാണണം, പരാതി പറഞ്ഞു കാണണം. പിന്നിലേക്ക് ഓടിപ്പോകാൻ പറ്റത്തില്ല, ചെങ്കടലൊക്കെ പഴയ രീതിയിലായി അല്ലേ. പലരും പ്രശ്നം ഏറി വരുമ്പോൾ ചിന്തിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് ഇട്ടിട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലേ. പക്ഷേ പോയി വഴിയൊക്കെ അടഞ്ഞു. അത് അടച്ചു കളഞ്ഞതേ ദൈവം ക്രൂരനായതുകൊണ്ടല്ല, നിങ്ങളുടെ വാക്തത്വം അവിടെ ഉണ്ട്, അതാർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ മർമ്മത്തിലേക്ക് വരാം. അപ്പോൾ നോക്കിയേ, ആ ജനം കടന്നു വരുമ്പോൾ അവരുടെ ഉള്ളിൽ ഇതൊക്കെയാണ് ചിന്ത. ശത്രുക്കളാണ്, അയ്യോ ഇവരുടെ ഇടയിൽ കൂടെ ഇനിയും പോകേണ്ടി വരുമല്ലോ അല്ലേ. ആ ഒരു വല്ലാത്തൊരവസ്ഥ. പക്ഷെ അവരെക്കുറിച്ച് അവരെ കാണുന്നവർ, അവരുടെ വരവറിയുന്നവർ പറയുന്നത് എന്താ നോക്കിയേ. ആ 22-1 മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചു വരിക. അപ്പോൾ മോവാബ് തൻ്റെ അയൽ രാജ്യങ്ങളായ മിദ്യാനിലെ പ്രഭുക്കന്മാരോട്, മൂപ്പന്മാരോടൊക്കെ പറയുക, ആ വരുന്ന ജനത്തെ സൂക്ഷിക്കണം. അവർ വരുന്ന വഴിയിൽ എന്താ സംഭവിക്കുന്നത്? കാള വയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ. അതിപ്പം മനസ്സിലാവത്തില്ല. പണ്ട് കണ്ടം, അതായത് ഉഴുന്നതിന് മുമ്പ് കാളയെ അഴിച്ചുവിടും, കന്നുകാലി അഴിച്ചുവിടും. എന്തിനാ? ആ പുല്ലൊക്കെ തിന്ന് തീർത്ത് കണ്ടം ഉഴുന്നതിന് ആ പാകമാക്കി അങ്ങനെ ഇട്ടയ്ക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ എല്ലാം നക്കി വിളിപ്പിച്ചുകൊണ്ട് അതെ ഒരു ജനം കടന്നു വരുന്നുണ്ട്. അവർ ഈ വഴി പോയാൽ ഈ വഴിയിലും അവർ കടന്നു പോകുന്നിടത്തെല്ലാം അത് തന്നെ സംഭവിക്കും. ആരെക്കുറിച്ചാണ് പറയുന്നത്? സ്വയം ചോദ്യം ചോദിച്ച് സ്വയം ഭയപ്പെട്ട് കടന്നു വരുന്നവരെ കുറിച്ച് അവർ കടന്നു പോകുന്ന വഴിയിലെ രാജാവ് പറയുക. നിങ്ങൾ ഭയപ്പെട്ടും സാഹചര്യങ്ങളെ കണ്ട് പേടിച്ച് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ശത്രു ഭയപ്പെടുകയാണ്. നിങ്ങളായിരിക്കുന്ന സാഹചര്യം, ആ സാഹചര്യം നിങ്ങളിലൂടെ മാറുവാൻ പോവുക. ഓ താങ്ക് ഗോഡ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളായിരിക്കുന്ന ആ സാഹചര്യത്തെ നിങ്ങളിലൂടെ കർത്താവ് മാറ്റുവാൻ പോകുക. ചോദ്യത്തിനുള്ള ഒന്നാമത്തെ ഉത്തരം, ആ സാഹചര്യത്തെ മാറ്റുവാനുള്ളവനാണ് നീ. ആ സാഹചര്യത്തെ മാറ്റുവാനുള്ള ദൈവത്തിൻ്റെ ടൂളാണ് നീ. അതേ, എന്തിനും പ്രശ്നങ്ങളുണ്ടാക്കുന്ന, ആരെയും ഉപദ്രവിക്കുന്ന, ആരുടെയും സ്വസ്ഥതയും സമാധാനത്തെയും തകർത്ത് കളയുന്ന കുത്തിത്തിരിപ്പന്മാരുടെ, ഗൂഢാലോചനക്കാരുടെ, അവരുണ്ടാക്കുന്ന ആ സാഹചര്യങ്ങളെ പരിഹരിക്കുവാനുള്ള ടൂളാണ്, ദൈവത്തിൻ്റെ ടൂളാണ് നീ. അവരെ ശരിയാക്കിയെടുക്കുവാനുള്ള, ഓ താങ്ക് ഗോഡ് സഹോദരി, അതേന്നേ, അവരെ ശരിയാക്കിയെടുക്കുവാനുള്ള ദൈവത്തിൻ്റെ ടൂളാണ് നീ. എന്താ, എങ്ങനെയെന്നു പറഞ്ഞു തരാം. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഈ കാള നക്കിക്കളയുന്നത് പോലെ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ നക്കിക്കളയുമെന്ന് പറഞ്ഞ ആ പുല്ല് ഏതാ? കർത്താവ് പറഞ്ഞു, മോനെ അത് പുല്ലല്ല, കളയാ. ആമേൻ. എന്താ? കള. ദൈവത്തിൻ്റെ ജനം കടന്നു വന്ന വഴിയിലെ കള നീക്കുകയായിരുന്നു. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ വളർന്നു നിന്ന കള. കള എന്താ ചെയ്യുന്നേ? കള വിതച്ചത് മുളച്ചു പൊങ്ങി ഫലം കൊടുക്കാതെ കർഷകനെ കരയിക്കുമാറാക്കുന്നത്. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ കള വളർന്നാൽ വിള തളരും. ആമേൻ. ചില കളകൾ വളർന്നു നിൽക്കുക. ദൂത സ്തോത്രം. അവിടെ നിന്റെ ജോലി കളപറിപ്പ. ആമേൻ. നീ ഇഷ്ടപ്പെടാത്ത സാഹചര്യത്തിൽ കർത്താവ് നിന്നെ കൊണ്ട് കളപറിപ്പിക്കുക. ഫലം തരാൻ കഴിയാത്ത വിധത്തിൽ വളർന്നു പോകുന്ന, ഞെരിച്ചു കളയുന്ന
പലരെയും സ്തോത്രം പലരുടെയും കണ്ണുനീരിന് കാരണമാകും വിധം ഞെരിച്ചു കളയുന്ന ചില കളകളെ നിന്നിലൂടെ കർത്താവ് പറിച്ചു കളയുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദര സഹോദരി, നീ അവിടെ കള പറിക്കുക, ആ ദേശത്ത് നീ കള പറിക്കുക. ഒത്തിരി പേർ അനുഗ്രഹം പ്രാപിക്കുവാൻ കടന്നുപോയി കഴിയാതെ കടന്നു വരുവാൻ ഇടയാകും വിധത്തിൽ അവരെ ഞെരുക്കിക്കളഞ്ഞ, അവരുടെ വളർച്ചയെ തകർത്തു കളഞ്ഞ ആ കള പറിക്കുവാൻ കർത്താവ് നിന്നെ അയച്ചിരിക്കുന്നു. അവിടെ ഇനി ആ കളയില്ല, അവർ കടന്നു വന്ന സ്ഥാനത്ത് ഇല്ല. സ്തോത്രം, ഉഴുവാറായ കണ്ടം പോലെ ആയിരിക്കുന്നു. സ്തോത്രം, യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം, നീ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയോടെ അവിടെ ആയിരിക്കുമെങ്കിൽ ആ കളകൾ ഇനി അവിടെ കാണത്തില്ല. ഒത്തിരി കുടുംബങ്ങളെ കണ്ണുനീരിലാക്കിയ, ഒത്തിരി വ്യക്തികളുടെ നിരാശയ്ക്കും വേദനയ്ക്കും കാരണമായി തീർന്ന ആ കളകളെ, തൊഴിലിടത്തിലെ കളകളെ നീക്കുവാൻ കർത്താവ് നിന്നെ അയച്ചിരിക്കുന്നു. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ നീ കള നീക്കിക്കൊണ്ടിരിക്കുക. സഹോദരി സഹോദര, ആ ഭവനത്തിനകത്തെ കള നീക്കുവാൻ, അതേന്നേ സഹോദരി, നീ കടന്നുപോയില്ലേ? സ്തോത്രം, വാക്കുകൊണ്ട് കഴുത്തറക്കുന്ന, വിഷം ചീന്തിക്കൊണ്ടിരിക്കുന്ന അവർ നിന്റെ മാത്രം കളകളല്ല, ഒത്തിരി പേരുടെ കണ്ണുനീരിന് കാരണമായ കളകളാ. ആ കള പറിക്കാനാ നിന്നെ അയച്ചേ. ആമേൻ, സ്തോത്രം, യേശുവിൻ നാമത്തിൽ. കർത്താവിനറിയാം, പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന നീ അതിനകത്തുണ്ടെങ്കിൽ ആ കള ഇനി വളരത്തില്ല. യെസ്, യേശുവിൻ നാമത്തിൽ. ചില വിളകൾ വളരും, ഫലം കായ്ക്കും. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. ആമേൻ. അതിനകത്ത് കർത്താവ് വിതച്ച ചിലതുണ്ട്, നീ കണ്ണുനീർ കൊണ്ട് വളർത്തുന്ന ചിലതുണ്ട്. അത് വളരും. കള പറിക്കപ്പെടുമ്പോൾ അത് വളരും. ആ കുടുംബത്തിലെ കള നീക്കുവാൻ കർത്താവ് നിന്നെ അയച്ചിരിക്കുന്നു. അവൻ വെറുതെ പറഞ്ഞു വിട്ടതല്ല, അവനൊരു ഉദ്ദേശമുണ്ട്. കള പറിക്കുവാൻ, ആ കുടുംബത്തിലെ കള പറിക്കുവാൻ. യെസ്, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന നിന്നിലൂടെ ചിലത് വേരറ്റു പോകുക. താങ്ക് ഗോഡ്. വാക്കുകൊണ്ട് കഴുത്ത് കണ്ടിക്കുന്ന ചിലത് അതിനകത്തുനിന്ന് മാറുക, വിഷം ചീന്തുന്ന ചിലത് അതിനകത്തുനിന്ന് മാറുക. പ്രാർത്ഥിക്കുക സഹോദര, നിന്നെ അതിനകത്ത് അയച്ചത് കള പറിക്കാനാ. ഫലം കൊടുക്കുമാറാകാതെ ഞെരുക്കുന്ന ചിലതിനെ പറിച്ചെടുക്കുവാൻ നിന്നെ അതിനകത്ത് അയച്ചിരിക്കുന്നു. യെസ്, യേശുവിൻ നാമത്തിൽ. നീ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. എന്നാലും കർത്താവേ, എനിക്ക് ഇങ്ങനെ ഒരു വീടാണല്ലോ കിട്ടിയത്. ഞാൻ എൻ്റെ ഭാര്യയെ, അവളുടെ വീട്ടുകാരെ എൻ്റെ സ്വന്തം വീട്ടുകാരെ പോലെ കണ്ടു, അവരെ സ്നേഹിച്ചു. പക്ഷേ അവർ എനിക്ക് വിരോധമായി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പദ്ധതികൾ ഒരുക്കി എൻ്റെ കുടുംബത്തെ ചിതറിച്ചു കളയുവാൻ ആ പൈശാചിക മണ്ഡലം ദേശത്തിൽ ഒരുപാട് കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കാതിരിക്കുവാൻ തക്കവണ്ണം വളർന്നു പോകുന്ന കളയായി മാറുമ്പോൾ ആ കള പറിക്കുവാൻ നിന്നെ അതിനകത്ത് അയച്ചിരിക്കുക. പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന നിന്നിലൂടെ ആ കള, യെസ്, കുടുംബങ്ങൾ, താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ ആ കുടുംബങ്ങൾക്കൊരു മാറ്റമുണ്ടാകുക. ആമേൻ, ആമേൻ, സ്തോത്രം. ആ മദ്യപാന്മാരുടെ ദേശം മാറുക. സ്തോത്രം, സംശയരോഗികളുടെ ദേശം മാറുക. ആ ദേശത്തിലെ കള. ആമേൻ, സ്തോത്രം. നീ മിണ്ടാതിരുന്നാൽ കർത്താവിൻ്റെ പദ്ധതി നിന്നിലൂടെ അവിടെ നടക്കത്തില്ല. നിന്നിലൂടെ നടക്കണമെങ്കിൽ നീ പ്രാർത്ഥിക്ക്, നീ ഉപവസിക്ക്. സാഹചര്യം കൊണ്ട് ഓടല്ല. അയ്യോ കർത്താവേ, നീ എനിക്കിട്ട് പണി തന്നല്ലോ, ഇതിനകത്താണല്ലോ. അല്ല, കർത്താവ് പണി തന്നതല്ല. കേൾക്ക്, കർത്താവ് പണി തന്നതല്ല, കർത്താവ് പിശാചിന് കൊടുത്ത പണിയാ നീ. താങ്ക് ഗോഡ്. കർത്താവിനറിയാം, നീ പ്രാർത്ഥിക്കും, നീ ഉപവസിക്കും, കള പറിക്കും. സ്തോത്രം. ആ മദ്യം എന്ന കള നീ പറിക്കും. കലഹമെന്ന നാമത്തിൽ കുടുംബത്തിനകത്ത് വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ആ കള നിന്നിലൂടെ പറിച്ചു മാറ്റപ്പെടുക. ആ ദേശത്തിൽ പല കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന കള, പിശാച് വിതറിയ കള, സംശയരോഗമെന്ന കള, മദ്യമെന്ന കള പറിച്ചു മാറ്റപ്പെടുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മാതാവേ, പിതാവേ, നിന്നിലൂടെ ഒരുപാട് തലമുറകളുടെ കണ്ണുനീർ വീഴുവാൻ കാരണമായ കള പറിക്കപ്പെടുക. ആ കള വളർന്ന് നിന്റെ തലമുറകളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുമ്പോൾ കർത്താവിനറിയാം, പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന നീ ഇറങ്ങും ആ കള. യേശുവിൻ നാമത്തിൽ ഇനി ഒത്തിരി തലമുറകൾ കരയുവാൻ, ദേശത്തിൽ ഒത്തിരി തലമുറകളുടെ കണ്ണുനീർ വീഴുവാൻ, അത് മുഖാന്തരം ഒത്തിരി മാതാപിതാക്കൾ ആത്മഹത്യയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തേയില്ല. സ്തോത്രം. തലമുറകളെ, സ്തോത്രം, അവരുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന, അവരിൽ നിന്ന് പുറത്തു വരേണ്ടത് പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ ആ കൂട്ടുകെട്ടുന്ന കള
മോശം സ്വഭാവം എന്ന കള യേശുവിൻ നാമത്തിൽ അത് പറിക്കപ്പെടുക. പ്രാർത്ഥിക്ക്, നിന്നെ അതിനായി അവിടെ ആക്കി വച്ചിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആ കള പറിക്കപ്പെടുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ മോശം സ്വഭാവങ്ങളുടെ കള, പരാജയത്തിൻ്റെ കള, ലക്ഷ്യം തെറ്റിപ്പോകുന്ന സ്തോത്രം, അവരുടെ ബുദ്ധിയെ കെട്ടിക്കളയുന്ന ആ കള പറിക്കപ്പെടുക. യേശുവിൻ നാമത്തിൽ അവരുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന കള പറിക്കപ്പെടുക. പോർണോഗ്രഫി എന്ന കള പറിക്കപ്പെടുക. ഗെയിം അഡിക്ഷൻ എന്ന കള പറിക്കപ്പെടുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ രോഗത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ, അയ്യോ കർത്താവേ, വിളി കേട്ടിറങ്ങിയിട്ട് ഈ സാഹചര്യം കർത്താവ് പറയുക, നിന്നെ കൊണ്ടേ ആ കളയെ പറിക്കുവാൻ കഴിയത്തുള്ളൂ. ഒത്തിരി പേരുടെ ജീവിതത്തെ ഇരുളിലാക്കി തീർത്ത, അവർ ആഗ്രഹിക്കുന്നു അവരിൽ നിന്ന് പുറത്തു വരുവാൻ ഇടവരാത്ത വിധം അവരെ തകർത്ത് കളഞ്ഞ ആ കള പറിക്കുവാൻ നിനക്കേ കഴിയത്തുള്ളൂ. ആ രോഗമെന്ന കള ഇനി ആ രോഗമുഖാന്തരം ഒത്തിരി ഭവനങ്ങളിൽ കണ്ണുനീർ വീഴുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. വയലിലെ പുല്ല് കാള നക്കി കളയുന്നത് പോലെ നീ ആ കള പറിക്കുക, ആ രോഗമെന്ന കള പറിക്കുക. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ രോഗമെന്ന കള പറിക്കപ്പെടുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. ആ കള പറിക്കപ്പെടുമ്പോൾ കണ്ണുനീരിന് അറുതി വരുവാൻ പോകുക. ആ കളയാ അവരുടെ ഉദരത്തിൽ തലമുറ ജനിക്കാതെ വണ്ണം വളർന്നു വരുന്ന കള. സ്തോത്രം. ഡോക്ടർ പറയും അതിന് ട്യൂമർ എന്ന് പറയും. വേറെ ചിലർ പറയും എന്താണ് കാരണമെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല. ഒരു കള വളരുന്നുണ്ട്, ഒരു കള വളരുന്നുണ്ട്. വിള മുളയ്ക്കാതിരിക്കുവാൻ, വിതയ്ക്കുന്നത് മുളയ്ക്കാതിരിക്കുവാൻ തക്കവണ്ണം ഒരു കള വളരുന്നുണ്ട്. നിന്റെ തലമുറയുടെ, നിന്റെ ഉദരത്തിൽ മാത്രമല്ല, കുടുംബത്തിനകത്ത്, ദേശത്തിൽ ഒത്തിരി സ്തോത്രം ഉദരങ്ങളിൽ വളരുന്ന കള. ആമേൻ. ആ കള പറിക്കുവാൻ സഹോദരി മാതാവേ നിന്നെ അവിടെ ആക്കിയിരിക്കുന്നു. ആ കള പറിക്കപ്പെടുക. ഉദരത്തിൽ വിള മുളയ്ക്കുക. ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, അത് മുളയ്ക്കുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ചില വർഷങ്ങളായി മക്കളില്ലാതെ ഭാരപ്പെടുക, ജീവൻ തുടിക്കുക. യേശുവിൻ നാമത്തിൽ കരങ്ങളെ വെച്ച് അത് തിരിച്ചറിയുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. സ്തോത്രം. കള കയറി വളർന്ന് പുറത്തറിയാൻ പറ്റുന്നില്ല, വിവാഹം നടക്കുന്നില്ല, വിവാഹം മുടക്കികളെന്ന കള. ആ ദേശത്തിൽ ആ കള വേണ്ട എന്ന് കർത്താവ് തീരുമാനിച്ചു. നിന്നിലൂടെ വിവാഹം നടക്കുവാൻ പോവുക. പ്രാർത്ഥിക്കുക, ആ കള പറിക്കപ്പെടുക. യേശുവിൻ നാമത്തിൽ ആത്മീയ ജീവിതത്തെ മുരടിപ്പിക്കുന്ന, ഞെരുക്കി കളയുവാൻ തക്കവണ്ണം വളർന്നു പൊങ്ങുന്ന കള. സ്തോത്രം. നീ ഇറങ്ങിയ ആ കള കാണത്തില്ല. ആത്മീയ ജീവിതം, ദൈവവുമായുള്ള കൂട്ടായ്മ, ബന്ധം 430 വർഷം അതിനെ തടഞ്ഞു വെച്ചു. അവരിറങ്ങി, തടഞ്ഞു വെച്ചവൻ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, അവരെ തടഞ്ഞു വെച്ചവൻ ചെങ്കടലിൽ മുങ്ങിപ്പോയി. കാള പുല്ല് നക്കിക്കളയുന്നത് പോലെ ഒരൊറ്റ എണ്ണമില്ല. ബാക്കി വന്ന ഒരൊറ്റ എണ്ണമില്ല. സ്തോത്രം. നിന്റെ ആത്മീയ ജീവിതത്തിന് പിന്നാലെ വരുന്ന ഒരൊറ്റ എണ്ണം കാണത്തില്ല. നീ ഇറങ്ങുവാൻ തയ്യാറാകുമെങ്കിൽ താങ്ക് ഗോഡ്. ആത്മീയ ജീവിതത്തിന് വിരോധമായി ദേശത്തിൽ, കുടുംബങ്ങൾക്കകത്ത് പ്രാർത്ഥന വരാതെ, വ്യക്തി ജീവിതങ്ങളെ ഞെരുക്കി കളയുന്ന, ഫലം പുറത്തു വരാതെ ആ കള പറിക്കുവാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്ക്. പുതിയ സീസൺ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്ന ആ പുതിയ സീസൺ ഈ കള പറിക്കലോടെയാണ് തുടങ്ങുന്നത്. ഈ കള നിന്നാൽ പുതിയ സീസണിലും നിങ്ങൾ വളരത്തില്ല. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. ശുശ്രൂഷ ആ ദേശത്തിലെ കള പറിക്കുവാൻ, കള വളർന്ന് വിതയ്ക്കപ്പെട്ട ഒത്തിരി വിത്തുകളെ ഞെരുക്കിക്കൊണ്ടിരിക്കുക. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടത് ചില സമയത്തൊക്കെ ഒന്ന് വളർന്നു വരുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് ഞെരുക്കിക്കളയും. പിന്നെയും മദ്യം ഞെരുക്കും, പിന്നെയും മോശം കൂട്ടുകെട്ടുകൾ ഞെരുക്കിക്കളയും, പിന്നെയും മോശം സ്വഭാവങ്ങൾ ഞെരുക്കിക്കളയും, പിന്നെയും ഞെരുക്കുക. നിന്നെ അവിടെ അയച്ചതേ കള പറിക്കാനാ. ദേശത്തിലെ കള പറിക്കുവാൻ. യേശുവിൻ നാമത്തിൽ കള പറിക്കപ്പെടുമ്പോൾ വിതച്ച വിത്തുകൾ വളർന്ന് ഫലം തരുവാൻ തുടങ്ങും. നിന്നോടാ. ആ ദേശത്തിൽ നീ വിതച്ച ഒരു വിത്ത് പോലും പാഴായി പോകുവാൻ ദൈവം അനുവദിക്കത്തേയില്ല. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുന്നു? എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ
ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊപ്പം ഞാൻ സഞ്ചരിക്കേണ്ടി വരുന്നു? ചോദ്യത്തിനുള്ള ഉത്തരം, അങ്ങനെയുള്ള ആൾക്കാരെ നേരെയാക്കുവാൻ ദൈവത്തിൻ്റെ ടൂളാണ്. അവരെ അങ്ങനെ ആക്കുന്ന, കളപറിക്കുവാൻ ദൈവമയച്ച കർഷകനാണ് നീ. റെഡിയാണോ കളപറിക്കുവാൻ, പുതിയ സീസണിലേക്ക് പ്രവേശിക്കുവാൻ? ഒറ്റയ്ക്കല്ല, പ്രൈസർ ഫാമിലി ഒപ്പമുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജുകൾ ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാ മാസങ്ങളെയും അവസാന ദിവസങ്ങളിൽ പ്രൈസർ ഫാമിലി പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആയിരിക്കുന്നു. നിങ്ങളുടേതായ മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി പ്രൈസർ ഫാമിലിക്കൊപ്പം പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി, അതെ നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ലൈവായി അറിയിക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ജോയിൻ ചെയ്യിപ്പിക്കുക. നമുക്ക് ഒരുമിച്ച് അവർക്ക് വേണ്ടി ലൈവായി തന്നെ പ്രാർത്ഥിക്കാം. വലിയ സാക്ഷ്യങ്ങളിലൊന്നായി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ജീവിതം മാറട്ടെ. ഞായറാഴ്ചയും സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലിങ്ക് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ആ ലിങ്ക് അങ്ങനെ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജായിട്ട് ആ ലിങ്ക് ലഭിക്കും. ജോയിൻ ചെയ്യുക. നിങ്ങളൊരു ആരാധനയ്ക്ക് കടന്നു പോകുന്നില്ല, അല്ലെങ്കിൽ പോകുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണെങ്കിൽ, കടന്നു പോകുന്നില്ല എങ്കിൽ ധൈര്യമായി കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം, ആരാധിക്കാം, കളപറിക്കാം, ഫലം കൊടുക്കാം. ആമേൻ. അപ്പോൾ കണ്ണടച്ചോ. ഞങ്ങളുടെ വിശ്വാസ കർത്താവിൽ നല്ല ദൈവമേ, അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കും നല്ല സമയം. അടിയുറപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. 20ാമത്തെ ദിവസം അപ്പോൾ അങ്ങയുടെ വലിയ സാന്നിധ്യം ഈ ജനത്തിന്മേൽ ചലിച്ചു കൊണ്ടിരിക്കുന്ന കൃപയ്ക്ക്, ആ പുതിയ സീസണിലേക്ക് അവരുടെ നന്മകളെ ഞെരുക്കിക്കളയുന്ന, വാഗ്ദത്തങ്ങളെ ഇല്ലാതാക്കി കളയുന്ന ആ കളകളെ പറിക്കുവാനുള്ള കൃപ ഇവരുടെ മേലൊക്കെ പകർന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചേ. രോഗികൾ പ്രാർത്ഥിച്ചാട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചേ. യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. എല്ലാ രോഗബന്ധനവും അഴിയട്ടെ. ആ രോഗാത്മാവ് വിട്ടുപോകട്ടെ. യെസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പനങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, യേശുപാങ് അത്ഭുതം പ്രവർത്തിക്കണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പുതുവഴികൾ തുറന്നു വരട്ടെ. എല്ലാ ഇല്ലായ്മകളും ഞെരുക്കങ്ങളും മാറട്ടെ. വല്ലാതെ ഞെരുങ്ങി ഭാരപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. ബാധ്യതകൾ തീരട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. ഓ താങ്ക് ഗോഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ നാമത്തിൽ അപ്പനങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ മുൻപോട്ടുള്ള ജീവിതം അച്ചടക്കമുള്ള കുഞ്ഞുങ്ങൾ വളരട്ടെ. മത്സര പരീക്ഷകൾ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. അഡ്മിഷനുകൾ ലഭിക്കട്ടെ. ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. മക്കളെ പഠിപ്പിക്കുവാനുള്ള നന്മകൾ കരങ്ങളിൽ ലഭിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. അഡ്മിഷനുകൾ ലഭിക്കട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ എല്ലാ ബാധ്യതകളും മാറട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം അപ്പോൾ വഴി തുറന്ന് നീ ജനത്തെ അങ്ങ് അനുഗ്രഹിച്ചാട്ടെ. യെസ്, അങ്ങ് വഴി തുറന്നാട്ടെ. എല്ലാ ഞെരുക്കങ്ങളും മാറട്ടെ. എല്ലാ ഇല്ലായ്മകളും മാറട്ടെ. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യത ചേർന്ന് വരട്ടെ. സ്വന്തം ഭവനം എന്ന വാഗ്ദത്തം അത് സംഭവിക്കട്ടെ. പണികൾ പൂർത്തിയാക്കപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. ആ രജിസ്ട്രേഷൻ സംബന്ധമായ തടസ്സങ്ങൾ മാറട്ടെ. എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ. അവകാശവാദങ്ങൾ മാറട്ടെ. ചില വ്യക്തികളോട് അങ്ങ് ഇടപെട്ടാട്ടെ. അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റം അഴിയട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ. കാലതാമസങ്ങൾ മാറട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് വരട്ടെ. യെസ്, ഓ റാഷാഖാറാഥ്യനു ഷന്ധൂർഗന വിദേശ നന്മ ചില ഭവനങ്ങളിലേക്ക് വരട്ടെ. ആ അടയപ്പെട്ട നന്മയുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ജയിലുകളിൽ കേസ് സംബന്ധമായി പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ. വിശാലത വെളിപ്പെടട്ടെ. ആമേൻ, ആമേൻ. പ്രൊമോഷനുകൾ ഉണ്ടാകട്ടെ. സാലറി വർധനവിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ. ഭൗതിക ജീവിതം പണിയപ്പെടട്ടെ. ശുശ്രൂഷാ ജീവിതങ്ങൾ, ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. വലുതും ചെറുതുമായ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈഷർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.